ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്രിൽഡ് പനീർ സീസർ സാലഡ് ആണ്. ഓൾറെഡി ഞാൻ ചിക്കൻ സീസർ സാലഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാംസ് പനീറാണ്. അത് ഞാൻ വലുതാക്കി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസ് ചെയ്ത മാതിരി തന്നെ, അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് എടുത്ത മാതിരി തന്നെയാണ് പനീർ സ്ലൈസ് ചെയ്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ അതേ മാരിനേഷൻ, നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് മാരിനേഷൻ ചെയ്യാൻ യൂസ് ചെയ്ത അതേ പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൽ ഞാൻ ഈ മാരിനേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അളവുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ അളവുകൾ ഇടാം താഴെ. പക്ഷെ എന്നാലും ആ വീഡിയോ ഒന്ന് കാണൂ, നല്ല അറിയുള്ളൂ. അപ്പം ഞാൻ അത് മാരിനേഷൻ പേസ്റ്റ് പനീറിലോട്ട് നന്നായി തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. പാനിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ പനീർ മാരിനേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ബെറ്റർ ഈ സാലഡിൽ യൂസ് ചെയ്യുമ്പോൾ സാധാരണ പനീറിന് പകരം മലായ് പനീർ ഇല്ലേ, അതായത് ക്രീമി പനീറാണ് മലായ് പനീർ. മലായ് പനീർ വാങ്ങുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. ഓക്കെ, സാധാരണ പനീറിനെക്കാട്ടിലും ഞാൻ 2 പനീറും വെച്ച് ചെയ്ത് നോക്കി. മലായ് പനീറാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഗ്രില്ലായി വന്നു കഴിഞ്ഞാൽ, ഒന്ന് കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ നിറമായി വന്നു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് കരിഞ്ഞ പോലെ ഉണ്ടാവും കാണാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇതേമാതിരി എല്ലാ പനീരും നമുക്ക് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു ഓൾമോസ്റ്റ് ആ ഡാർക്ക് ബ്രൗൺ നിറമാക്കി എടുക്കണം. എന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ. പേടിക്കണ്ട, ഉള്ളിലൊന്നും കരിയില്ല, പുറത്ത് മാത്രമേ ആ കളർ ഡെവലപ്പ് ആവുള്ളൂ. ആ മാരിനേഷനൊക്കെ അതിലോട്ട് ചേർന്ന് പിടിക്കുകയാണ്. ഓക്കെ, കണ്ടില്ലേ, എൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ശരിക്കും ആരെയും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്താ കരിഞ്ഞ ഭക്ഷണം എന്ന് വിചാരിക്കണ്ട. ഇങ്ങനെയാണ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേമാതിരി ബാക്കിയുള്ള പനീർ പീസസും ഞാൻ ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. ഒലിവ് ഓയിലിൽ എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലിപ്പോൾ ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, നല്ലെണ്ണ മാത്രമേ ഉള്ളൂ, വേറെ ഓയിൽസ് ഒന്നുമില്ല. ഇപ്പോൾ കുക്കിംഗ് എല്ലാം ഇതിലാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ബട്ടറോ നെയ്യോ യൂസ് ചെയ്യും. അതേമാതിരി ബാക്കിയുള്ള പനീർ സ്ലൈസസും ഞാൻ ഗ്രിൽ ചെയ്തെടുത്തു. അപ്പോൾ പാനിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ലെറ്റ്യൂസ് കട്ട് ചെയ്യണം, അസംബിൾ ചെയ്യണം. ലെറ്റ്യൂസും ആ മയോണീസിൻ്റെ സാലഡിൻ്റെ ഡ്രസ്സിങ്ങും മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പ്ലേറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ സാലഡ് റെഡിയാകും. ഞാൻ റോമൻ ലെറ്റ്യൂസ് ആണത്. അത് ഒരു 2 കപ്പ് വരുന്ന മാതിരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് ഏകദേശം ഒരു 10-20 ഇല ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായി അരിയാൻ പോവാണ്. ഓക്കെ, കണ്ടില്ലേ, പൊടി പൊടിയായി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ തോരനൊക്കെ അറിയില്ലേ, തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ വീഡിയോ ചില ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. എല്ലാവരും വന്ന് ഗ്രിൽഡ് ചിക്കൻ സീസർ സാലഡ് വീഡിയോ ഒന്ന് കാണണേ, ഉറപ്പായിട്ടും കാണണം. ചിക്കൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടാലേ എൻ്റെ ഏകദേശം ഐഡിയ കിട്ടിയുള്ളൂ. ഇനി ഞാൻ ആ മയോണൈസിൻ്റെ സാലഡ് ഡ്രസ്സിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ വെറും മയോണൈസ് അല്ല, ഇതിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ സൈഡർ വിനീഗർ, ബ്രൗൺ ഷുഗർ, ജിഞ്ചർ പൗഡർ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ ഡ്രസ്സിങ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഡ്രസ്സിങ് ഞാൻ നല്ലോണം ഇളക്കി അതും മാറ്റി വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് സൈഡിലോട്ട് ഞാൻ കുറച്ച് കടല വെക്കുന്നുണ്ട്. അപ്പോൾ ആ കടലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ കറുത്ത കടലയില്ലേ, നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്ന ആ കടല തന്നെ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച് കുക്കറിലിട്ടിട്ട് ഒരു 8-9 വിസിൽ വരുന്നവരെ വേവിച്ച് വെച്ചതാണ്.
കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഈ ഫർദർ നമ്മൾ ഇതിലോട്ട് വേറെ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ അതിലോട്ട് ഒരു സവാള, ഒരു വലിയ സവാളയുടെ പാതി മതിയാവും. അതേമാതിരി ഞാനിപ്പോൾ തക്കാളി കട്ട് ചെയ്യാണ്. ഒരു മീഡിയം സൈസ് തക്കാളി അല്ലെങ്കിൽ ഒരു കുഞ്ഞു തക്കാളി മതിയാവും. ഓക്കെ, അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നാരങ്ങ നീര്. ഞാൻ കുറച്ച് ഇതിലോട്ട് ചാട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ചിക്കൻ സാലഡിൽ നമ്മൾ സൈഡിൽ മുട്ടയാണ് വെച്ചത്. മുട്ടയും ബാഗറ്റ്സും ആണ് വെച്ചത്. ഒരു ടൈപ്പ് ഓഫ് ബ്രെഡ് ആണിത്, അതാണ് വെച്ചത്. ഇതിൽ നമ്മൾ മുട്ടയ്ക്ക് പകരം കടലയാണ് വെക്കുന്നത്, ആ ഒരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടിയിട്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനൊരു കുഞ്ഞു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, പുളിപ്പ് കുറച്ച് മതി. പിന്നെ നമ്മൾ ചാറ്റ് മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. കുറച്ച് മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം മതിയാവും, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ജസ്റ്റ് ആ ഒരു ഫ്ലേവർ ഡിഫറൻസിന് വേണ്ടി മാത്രം. ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ കടല വേവിച്ചത്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ അതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉണ്ടാവും, 1.5 ടീസ്പൂൺ ഉണ്ടാവില്ല, 1 ടീസ്പൂൺ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മല്ലിയില നിറയെ ഇഷ്ടമുണ്ടെങ്കിൽ നിറയെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മല്ലിയില കുഞ്ഞായി എറിഞ്ഞിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇതിൽ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പച്ചമുളക് കടിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാം നന്നായി മിക്സ് ചെയ്യുക. കാരണം നമ്മൾ ലെമൺ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇളക്കിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം. ഞാൻ സീസർ സാലഡ് ആദ്യം ഒരു പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യാണ്. ഇത് മയോണീസും പിന്നെ ബാക്കി കുറേ വെളുത്തുള്ളി, സവാളയുടെ പൊടി, ജിഞ്ചർ പൗഡർ, ആപ്പിൾ സൈഡർ വിനീഗർ ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു സാലഡ് ഡ്രസ്സിംഗ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ലെറ്റ്യൂസ് മിക്സ് ചെയ്തത്. അതപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് ആവശ്യമുള്ളത്ര വെച്ചാൽ മതി. അതിൻ്റെ മേലേക്ക് നമ്മൾ ഗ്രിൽ ചെയ്ത് വെച്ച പനീർ ഒന്ന് ഞാൻ സ്ലൈസ് ചെയ്തിട്ട്, അപ്പോൾ കഴിക്കുമ്പോൾ എളുപ്പമായിരിക്കും. കാരണം അതിൻ്റെ മേലെ നമ്മൾ വെക്കാൻ പോവാണ്. ഞാൻ ഒരു നൈഫ് കൊണ്ട് അതിനെ കട്ട് ചെയ്യാണ്. ഇങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം, സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. പറഞ്ഞില്ലേ, ഇത് ഏകദേശം 200 grams ഓഫ് പനീറുണ്ട്. ഇപ്പം വേണ്ടത്ര യൂസ് ചെയ്താൽ മതി, ബാക്കി എടുത്ത് വെക്കാം ഫ്രിഡ്ജിൽ. എന്നിട്ട് വേണമെങ്കിൽ പിറ്റേ ദിവസം യൂസ് ചെയ്യാം. അപ്പോൾ പനീർ സ്ലൈസ് ചെയ്തത് ഞാൻ ആ ലെറ്റ്യൂസ് സാലഡിൻ്റെ മേലെ വെച്ചു. അതിൻ്റെ സൈഡിലോട്ട് നമ്മൾ മല്ലിയിലേക്ക് ആഡ് ചെയ്ത് വെച്ച കടല, ആ കടലയുടെ സാലഡും ഞാൻ സൈഡിലോട്ട് സെർവ് ചെയ്യാണ്. ഏകദേശം ഇതൊരു 3/4 കപ്പോളം ഞാൻ അതിൽ പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചാട്ട് മസാലയുടെ അളവ് പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു 3 പിഞ്ചേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കൂടി വന്ന ഒരു 1/4 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ, 1/4 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ സാലഡ് റെഡിയായി. ആക്ച്വലി ഇത് ശരിക്കും വയറ് ഫുള്ളാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. ആ പനീറും ലെറ്റ്യൂസ് സാലഡും കടലയും ഒക്കെ ചേർന്നിട്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് മീൽ തന്നെയാണ്, പ്രോട്ടീൻ പാക്ഡ് മീലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.